സിനിമയിലേക്ക് ഞാനങ്ങനെ ഞാൻ വളരെ കുട്ടിക്കാലം തൊട്ട് ആഗ്രഹിച്ച് വന്ന ഒരാളല്ല. കാര്യം ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ നമുക്ക് അഭിനയിക്കാൻ എല്ലാ മനുഷ്യനും ആഗ്രഹം നാടകത്തിലായാലും സിനിമയിലായാലും അഭിനയിക്കാൻ വരിക എന്നുള്ളതാണ് ഫസ്റ്റ് ഇതെന്നായി എനിക്ക് തോന്നുന്നത്. എനിക്കും അതുപോലെ തന്നെ ആയിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി എനിക്ക് അത്രയ്ക്കൊരു പൊക്കമില്ല. ഒരു നടൻ അന്നത്തെ സങ്കല്പമൊക്കെ അനുസരിച്ചുള്ള ചുരുണ്ട മുടിയില്ല, നല്ല വെളുപ്പില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങളാൽ എനിക്ക് തോന്നി നമുക്ക് അഭിനയിക്കാൻ പോയാലൊന്നും രക്ഷയില്ലാന്ന് തോന്നിയുകൊണ്ട് ഞാൻ പതുക്കെ അതങ്ങ് മറന്നു. പിന്നെ ഞാൻ ഈ പരീക്ഷണ നാടകങ്ങളുടെ കാര്യങ്ങളിലൂടെ അങ്ങ് കുറേ ദൂരം സഞ്ചരിച്ചു. അങ്ങനെ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പഠിച്ച് അവിടെ ഒരു വർഷമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പം എനിക്ക് അവിടെ ജോലി കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർ തരത്തില്ല. ഇതിങ്ങനെ ആയി സഹികെട്ടു. അങ്ങനെ ഞാൻ ആ ഗസ്റ്റ് ലെക്ചറായിട്ടുള്ള എൻ്റെ ആ പരിപാടി ഇട്ടെറിഞ്ഞേച്ച് ഞാൻ പോന്നു. അപ്പോൾ പോരുമ്പം എന്ത് ചെയ്ത് ജീവിക്കും എന്നുള്ളൊരു വിഷയം വന്നപ്പോഴാണ് ഞാൻ നാടകകൃത്താണ്. എനിക്ക് നാടകം എഴുതാൻ അറിയാമെന്നുള്ള ഒരു ചെറിയ ഒരു ഈഗോയോ ഒരു ആത്മവിശ്വാസമോ എന്നൊക്കെ പറയാം, അതുണ്ട്. അപ്പോൾ എൻ്റെ നാടകം എഴുതാൻ അറിയാമെങ്കിൽ പെട്ടെന്ന് തിരക്കഥ എഴുതാമല്ലോ. അപ്പം എന്നാൽ പിന്നെ തിരക്കഥ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അങ്ങ് ഗംഭീരമാകാൻ പോവുകയാണെന്നാണ് എൻ്റെ സങ്കല്പം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയെക്കുറിച്ച് തിരക്കഥാകൃത്തായി കളയാമെന്നും പറഞ്ഞാണ് സിനിമയിൽ പോകുന്നത്. സക്സസ്ഫുൾ എൻട്രി ഇങ്ങനെ കുറേ തിരക്കഥകളൊക്കെ എഴുതി ഒന്നും പല കാരണങ്ങളാൽ നടക്കാതെ പോവുകയാണ്. അങ്ങനെ എനിക്ക് ഒരു 10 സ്ക്രിപ്റ്റെങ്കിലും ഞാൻ എഴുതി തള്ളിയിട്ടുണ്ട്, ഒന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ പലർക്കും ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു എന്നെക്കുറിച്ച് ഇങ്ങനെ കേട്ടു തുടങ്ങുന്നുണ്ട്, ഇങ്ങനെ ഒരാൾ പേനയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു സംസാരം കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ വന്നപ്പം രാജീവ് അഞ്ചലാണ് എന്നോടൊരു സബ്ജക്റ്റ് കയ്യിലുണ്ട്, നമുക്കൊന്ന് എഴുതാമെന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്യാമറാമാനായ MJ രാധാകൃഷ്ണൻ്റെ വീട്ടിലിരുന്ന് ഞങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതി. അത് കമലഹാസനും സ്മിത പട്ടേലും ഒക്കെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നവോദയ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സംഭവമാണ് രാജീവ് അഞ്ചലിന് വേണ്ടിയിട്ട്. അപ്പോൾ രാജീവ് അഞ്ചലിൻ്റെ ഒരു പ്രവേശം, എൻ്റെ ഒരു പ്രവേശമൊക്കെ അപ്പോഴും ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടു. പക്ഷേ അപ്പോൾ അത് മണിമത്തൂരിലെ 1000 ശിവരാത്രിയായിട്ട് എന്തോ പൊരുത്തമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഈ മണിമത്തൂരിലെ 1000 ശിവരാത്രി റിലീസ് ചെയ്തു. അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ഭാഗ്യക്കേട് കൊണ്ട് അതും ഇതുമായിട്ട് വലിയ സാമ്യം ഉണ്ടായിരുന്നു. അത് കാരണം ആ പ്രോജക്റ്റ് വേണ്ടാന്ന് വെച്ചു. പിന്നെയും ഇങ്ങനെ കുറേ സ്ക്രിപ്റ്റുകൾ എഴുതാൻ നടന്നാണ് അവസാനം ഇതിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക് കൊണ്ടായിരിക്കണം ഈ ഭദ്രന് വേണ്ടിയിട്ടുള്ള അങ്കിൾ ബൺ എന്ന് പറയുന്ന ഹരിപ്പോത്തൻ സാറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിനാണ് പിന്നെ അവസാനം സ്ക്രിപ്റ്റ് എഴുതി ആദ്യമായിട്ട് ജനമധ്യത്തിലേക്ക് എത്തുന്ന സിനിമ അങ്കിൾ ബണ്ണാണ്. ആറ്റം ബെറോയുടെ ഗാന്ധി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇത് ഗാന്ധിക്ക് പറഞ്ഞുകൂടാ, ആറ്റം ബെറോയ്ക്ക് പറഞ്ഞുകൂടാ, എനിക്കും അറിഞ്ഞുകൂടാ ഇത് എവിടെയാണ് ഞാനുള്ളതെന്ന്. ഇപ്പോഴും ഒറ്റ കുഞ്ഞിനും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ ഭാഗത്ത് ഒരു മുസ്ലിമായിട്ട് ഒരു ഉമ്മയും ബാപ്പയൊക്കെ വേർപെട്ട് സഹോദരങ്ങളുമൊക്കെ വേർപെട്ട ഒരുത്തൻ്റെ ദുഃഖമൊക്കെ ആയിട്ട് ഒരു പുഴുവിനെ പോലെ ഒരാൾ അതിനകത്ത് പോകുന്നുണ്ടാവാം. കാര്യം അത് ഹെലികോപ്റ്ററിൽ വെച്ചെടുത്ത ഒരു ഏരിയൽ ഷോട്ടാണ്. ആ ഷോട്ടിൽ ഇങ്ങനെ കോടാനുകോടി ജനങ്ങൾ, ഒട്ടകം, കാള, പൂച്ച, പട്ടി ഇങ്ങനെ എല്ലാം പോകുന്ന കൂട്ടത്തിൽ ഒരു ബാലേന്ദ്രനും അതിനകത്തുണ്ടെന്ന് പറയുന്ന വളരെ സരസമായ ഒരു അഭിനയ അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അത് ഈ പിറവത്തുള്ളൊരു മനയിലായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. രസകരമായിരുന്നു. കാര്യം ത്രൂ ഔട്ട് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയിലും, സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളത് ഞാനങ്ങ് വിടും, കാര്യം എല്ലാം എഴുതി കഴിഞ്ഞതാണ്. പിന്നെ എൻ്റെ ഇഷ്ടമെന്ന് വെച്ചാൽ ഈ മേക്കിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്നതിലൊരു ത്രില്ലുണ്ട്. പ്രത്യേകിച്ച് ലാലിൻ്റെ കൂടെയൊക്കെ മോഹൻലാൽ, രാജീവൻ, നമ്മുടെ ക്യാമറാമാൻ സന്തോഷ് ശിവൻ, സാബു സിറിൽ, ഇങ്ങനെയുള്ള ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ആദ്യകാല അടുപ്പവും അതിൻ്റെ ഷെയറിങ്. അപ്പോൾ അതൊരു ത്രില്ലാണ്. ആ പവിത്രത്തിനകത്തൂടെയാണ് എനിക്ക് സത്യത്തിൽ ഈ മേക്കിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ അതിൽ വ്യാപരിച്ചത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനൊക്കെ കിട്ടിയതും ഒക്കെ ആയൊരു നല്ല അനുഭവം. ഇപ്പോൾ തിലകൻ ചേട്ടൻ്റെ, ശ്രീവിദ്യാമ്മയുടെ, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ അഭിനയത്തെയൊക്കെ ഞാൻ ഇച്ചിരി സത്യം പറഞ്ഞാൽ നേരിട്ട് കണ്ടതൊക്കെ അനുഭവിക്കുന്നത് ആ സമയത്ത്. സന്തോഷ് ശിവൻ ആയിടയ്ക്ക് കല്യാണം കഴിക്കുന്നത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ പവിത്രത്തിൻ്റെ അവിടെ വരുന്നത് അദ്ദേഹം കല്യാണവും കഴിഞ്ഞാണ് വരുന്നത്. അപ്പോഴെനിക്കത് ഞങ്ങളെല്ലാം വിചാരിച്ചു, കാര്യം കല്യാണം അങ്ങോട്ട് കഴിഞ്ഞില്ല, അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഒരു 10-40 ദിവസത്തെ 30 ദിവസമെങ്കിലും ഉള്ള വർക്കിലേക്കൊക്കെ വരുന്നത് എങ്ങനെയാണ്, അതൊക്കെ ഒരു ഡെലിക്കസി അല്ല, നമുക്കൊരു പ്രയാസം ഉണ്ടാകുന്നു. പക്ഷേ സന്തോഷവനാവുന്നില്ല, അദ്ദേഹത്തിന് ഭയങ്കര ഡെഡിക്കേഷനാണ്.
അതുകൊണ്ട് അതൊക്കെ വേറൊരു വശം. ഇത് മറ്റൊന്ന്, ഇത് തൻ്റെ തൊഴിലിനോടുള്ള പ്രൊഫഷനോടുള്ള അദ്ദേഹത്തിൻ്റെ അമിതമായ കൂറും ആത്മാർത്ഥത അത് ഭയങ്കരമാണ്. പിന്നെ രസമാണ്, ചുമ്മാതെ ചൂടാവുക ഈ കൂടെയുള്ളവർ, അത്രയേ ഉള്ളൂ. അത് ഇങ്ങനെ ബാക്കിയുള്ളവരെ സഹപ്രവർത്തകരെയൊക്കെ ഒന്ന് ചൂടാക്കി നിർത്താൻ വേണ്ടി എപ്പോഴും നല്ല ശബ്ദവും ബഹളവും ഒക്കെ വെച്ച് ഇങ്ങനെ ചുരുചുരുക്കോടെ നടക്കുന്നവരാണ്. ടി കെ രാജീവ് കുമാർ തന്നെയാണ് അവൻ ഈ പവിത്രത്തിൽ ആണല്ലോ ആക്ഷനും കെട്ടുമൊക്കെ പറയുന്നത്. അങ്ങനെ ബോധപൂർവമായി ഞാൻ ചെയ്തത് അതിലെ ഒരു സത്യം പറഞ്ഞാൽ അതൊരു വലിയ കഥാപാത്രമൊന്നുമല്ല, ഒരു പ്രസൻസ്, ജസ്റ്റ് ഒരു പ്രസൻസ് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനെ അങ്ങനെ നോക്കിയാൽ എൻ്റെ സംവിധായകൻ ടി കെ രാജീവ് കുമാറാണ്. ഈ സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ശ്രദ്ധേയമായ കഥാപാത്രത്തെ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എനിക്ക് തോന്നുന്നത് കുറേയെങ്കിലും അത്രയും ഒരു എനർജി എനിക്ക് പ്രസരിപ്പിക്കാൻ സാധിച്ചത് രാജീവ് കുമാറിൻ്റെ ശേഷം എന്ന ശ്രീധരൻ മാഷ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്, ഫാസി എന്ന് പറയുന്നൊരു കഥാപാത്രം. അതൊരു പ്രാന്താശുപത്രിയിലെ ആൾക്കാരാണ്. അതിൽ ഒരു ശരിയും പ്രാന്തുള്ളൊരു മനുഷ്യൻ, പക്ഷേ അയാൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നു. അതിൽ എനിക്ക് നല്ലപോലെ എൻ്റെ എനർജിയെ മാക്സിമം യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു.